എവിടെ തെളിവ് എന്നായിരുന്നു പാകിസ്ഥാന്റെ ചോദ്യം. കശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ തുടർന്ന് അവരുടെ പല മന്ത്രിമാരും പ്രകോപനപരമായ പ്രസ്താവനകളുമായി നിരവധി തവണ രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ തങ്ങളുടെ പങ്കാളിത്തം സംബന്ധിച്ച് വ്യക്തതയില്ല എന്നുള്ള ധാരണ മറ്റു രാജ്യങ്ങൾക്കിടയിൽ പരത്താനും അവർ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനെതിരെ നിലപാട് ഇന്ത്യ കടുപ്പിക്കുകയാണ്. വ്യക്തമായ തെളിവുകൾ കഴിഞ്ഞ 3 ദിവസമായി പാകിസ്ഥാന്റെ പങ്കാളിത്തം സംബന്ധിച്ച തെളിവ് തേടുകയായിരുന്നു ഇന്ത്യ. ആദ്യം മുതൽ തന്നെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ആദ്യം മുതൽ തന്നെ ഇന്ത്യക്കും സഖ്യരാജ്യങ്ങൾക്കും ലോകരാജ്യങ്ങൾക്കും വ്യക്തമായിരുന്നു ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത്. ഇപ്പോൾ തെളിവുകൾ ഇന്ത്യ ഹാജരാക്കുന്നു. 13 രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു. പഹൽഗാം ആക്രമണത്തിൽ പാക് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലോകരാജ്യങ്ങളെ ഇതിനകം ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ അബദ്ധത്തിൽ അതിർത്തി കടന്ന BSF ജവാനെ കൈമാറാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതായത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നീക്കം ഇന്ത്യ ആദ്യഘട്ടം മുതൽ നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് നിർണായകം. കാരണം നമുക്കറിയാം, വളരെ വ്യക്തമായി തന്നെ ശത്രു രാജ്യത്തിന്റെ സഹായമില്ലാതെ ഇത്തരം ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. കാരണം അത്രത്തോളം സമാധാനപൂർണമായി സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ജമ്മു കാശ്മീർ എന്നുള്ളത്. അവിടെ പഴുതുകൾ എല്ലാം ആ തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ആക്രമണം നടത്തണമെങ്കിൽ പാകിസ്ഥാന്റെ സഹായം വേണം, സാമ്പത്തികമായും ആയുധപരമായും മറ്റും. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ ചോദ്യം എന്നുള്ളത് എന്താണ് തെളിവ് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ തെളിവുകൾ ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞു. വളരെ വ്യക്തമായി തന്നെ അത് നമ്മൾ ബോധ്യപ്പെട്ടു. അതിനുശേഷം 13ഓളം ഇന്ത്യയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയും കഴിഞ്ഞു. ഇനിയാണ് ശക്തമായ നടപടി നമ്മൾ കാണാനിരിക്കുന്നത്, അല്ലേ? രഞ്ജിത്ത്, സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ശക്തമായ നിലപാടുമായി പാകിസ്ഥാനെതിരെ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ. കാരണം സൈനിക തലത്തിൽ നേരത്തെ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സൈന്യത്തിന് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിലും അത്തരം ചർച്ചകൾ നടക്കുകയും നിലപാട് ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒരു 5 തീരുമാനങ്ങളെങ്കിലും ഇന്ത്യ കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സിന്ധു നദി കരാർ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇന്നലെ അതിൻ്റെ വിശദമായ യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ ഈ തീരുമാനം എങ്ങനെ നടപ്പാക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ആലോചിച്ചത്. പ്രത്യേകിച്ച് അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് ആ യോഗം ചേർന്നത്. ആ യോഗത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ഒപ്പം തന്നെ ജലശക്തി മന്ത്രി CR പാട്ടീൽ തുടങ്ങിയവരൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു. അപ്പോൾ CR പാട്ടീൽ ഇന്നലെ രാത്രി ഈ യോഗത്തിന് ശേഷം പ്രതികരിച്ച പ്രധാനപ്പെട്ട കാര്യം ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ല എന്നുള്ളതാണ്. കാരണം ആ തീരുമാനം എങ്ങനെ ഇത് നടപ്പാക്കും, ഈ തീരുമാനം നടപ്പാക്കുമെന്നതിന് നടപ്പാക്കാനായിട്ട് 2 പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് ടൈം പ്ലാനാണ്, ഒന്ന് ലോങ് ടൈം പ്ലാനാണ്. അതാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ശക്തമായ നിലപാടുമായി ഇന്ത്യ പോവുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13 ലോക രാജ്യങ്ങളുടെ തലവന്മാരുമായി ഇതിനോടകം തന്നെ സംസാരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, വിദേശകാര്യ സെക്രട്ടറിയും ഇതിനോടകം തന്നെ 30 രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിച്ചു. അങ്ങനെ ലോക രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ. മാത്രവുമല്ല, ഡിജിറ്റൽ തെളിവുകൾ അടക്കം സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഈ ഭീകരെല്ലാം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. പാകിസ്ഥാനിൽ ഇവരുടെ ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ അടക്കം ലോകരാജ്യങ്ങളെ ഇന്ത്യ ബോധിപ്പിച്ചു വരികയാണ്. അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഇവർക്കെല്ലാം തന്നെ പാക് ബന്ധമുണ്ട് എന്ന് സംബന്ധിച്ച ഇലക്ട്രോണിക് സിഗ്നേച്ചർ അടക്കം ഉണ്ട് എന്നാണ് ഇന്ത്യ ഇപ്പോൾ ഏതായാലും ലോകരാജ്യങ്ങളെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ശക്തമായ നിലപാടിലേക്ക് ഇന്ത്യ ഈ ഘട്ടത്തിൽ കടക്കുന്നു. ഏതായാലും സൈനിക തലത്തിൽ ഏത് ഘട്ടത്തിലാണ് നടപടി എന്നത് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തത്. അത് കൃത്യമായ നേരത്തെയൊക്കെ തന്നെ അത്തരം നടപടികളാണ് ഇന്ത്യ കടന്നിട്ടുള്ളത്. ബാലോക്കാട്ടിലായാലും തന്നെ ഇന്ത്യ കാത്തിരുന്ന് ഒരു ഉചിതമായ സമയം തെരഞ്ഞെടുത്ത് ആക്രമിക്കുന്ന പതിവാണ് മുൻകാലങ്ങളിലൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അബദ്ധത്തിൽ അതിർത്തി കടന്ന BSF ജവാന്റെ കാര്യം. അത് ഇതുവരെ അദ്ദേഹത്തെ വിട്ടു നൽകാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം അതിർത്തി മറികടന്നിട്ട് ഏതാണ്ട് 3 ദിവസമായി പഞ്ചാബിലെ ഫിറോസ്പൂർ അതിർത്തിയാണ് അദ്ദേഹം അബദ്ധത്തിൽ മറികടന്നത്. ഇതിനോടകം തന്നെ 3 ഫ്ലാഗ് മീറ്റിങ്ങുകൾ അവിടെ നടന്നു. പക്ഷേ ഈ 3 ഫ്ലാഗ് മീറ്റിങ്ങുകളിലും ഒരു അനുകൂലമായ തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ ഇതുവരെ പോവുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഫ്ലാഗ് മീറ്റുകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ സുരക്ഷിതനായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ
അധികൃതരുടെ ഭാഗത്തുനിന്ന്, സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന്, BSFന്റെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ശക്തമായ നിലപാടുമായി പാകിസ്ഥാനെതിരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് ഇന്നലെ കശ്മീരിലൊക്കെ തന്നെ കടുത്ത നടപടികളിലേക്ക് സൈന്യം കടന്നിരുന്നു. പ്രത്യേകിച്ച് ഈ പഹൽഗം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ വീടുകൾ തകർക്കുന്ന നിലപാടിലേക്ക് സൈന്യം കടന്നിരുന്നു. അത്തരത്തിൽ തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. അതിർത്തിയിലടക്കം കനത്ത ജാഗ്രത ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളൊക്കെ തന്നെ പല ദിവസങ്ങളിലായി തന്നെ നടക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പലവിധ പ്രകോപനങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘനമൊക്കെ നടത്തിക്കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സേനാ വിന്യാസമൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കരസേന മേധാവിയൊക്കെ തന്നെ ശ്രീനഗർ സന്ദർശിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സൈന്യത്തിന്റെ പുനർവിന്യാസം അടക്കമുള്ള നടപടികളിലേക്ക് കൂടി വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ഇന്ത്യ കടന്നേക്കും. രഞ്ജിത്ത്, നമുക്കറിയാം രാകേഷ്, 69-ലും 71-ലും യുദ്ധം നടന്നപ്പോഴും പിന്നീട് പല ആക്രമണങ്ങൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട മിനി യുദ്ധങ്ങളൊക്കെ സംഭവിച്ചപ്പോഴും ഇത്തരത്തിലുള്ള ശക്തമായ നിലപാട്, യുദ്ധത്തിന് യുദ്ധം തിരിച്ചടി എന്ന് പറയുമ്പോഴും ഈ ജലയുദ്ധം, അതായത് സിന്ധു നദിയിലെ കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അത്തരം നീക്കങ്ങളിലേക്ക് ഇന്ത്യ പോയിരുന്നില്ല. പക്ഷേ 2015-ൽ തന്നെ മോദി വ്യക്തമാക്കിയ ഒരു കാര്യമാണ് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ സാധാരണക്കാരായ 26 ജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ അതിശക്തമായ തിരിച്ചടിയിലൂടെ നയതന്ത്ര വിദഗ്ധരൊക്കെ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ നട്ടലൊടിക്കാൻ പോകുന്ന നടപടിയാണ്. ഇന്നലെ കേന്ദ്രമന്ത്രിസഭാ യോഗം ചേർന്ന്, സുരക്ഷാ സമിതി യോഗമൊക്കെ ചേർന്ന് ജലശക്തി ഉദ്യോഗസ്ഥരൊക്കെ ഒരുമിച്ചിരുന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഔദ്യോഗികമായി പാകിസ്ഥാനെ അറിയിച്ചു. ലോകബാങ്കിനെ ഈ നിലപാട് അറിയിക്കാൻ പോകുന്ന സാഹചര്യമൊക്കെ ഒരുക്കുകയാണ്. അങ്ങനെ അതിശക്തമായ ഈ നടപടി അതിന്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അതിന്റെ ഗൗരവം പാകിസ്ഥാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായും അത് അവരെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ടാകും. അതിന്റെ ഭാഗമായാണ് മറ്റു ചില കൗണ്ടർ നടപടികളിലേക്ക് അവർ പോകുന്നത്. പക്ഷേ ഏറ്റവും ഫലപ്രദമാകാൻ പോകുന്നത് ഈ ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ തന്നെയല്ലേ? അതിന്റെ പ്രത്യാഘാതങ്ങളും ഈ പറഞ്ഞതുപോലെ ആ നടപടികളുടെ പ്രാധാന്യവുമൊക്കെ ഈ ചർച്ചകളിൽ ലോകരാജ്യങ്ങളെ ഇന്ത്യ ബോധ്യപ്പെടുത്തിയോ? അത് രഞ്ജിത്ത്, കാരണം സിന്ധു നദീജല കരാർ ഏതാണ്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1960-കളിൽ അത് നിലവിൽ വന്നതാണ്. അതിനുശേഷം പല യുദ്ധങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് 65-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നിട്ടുണ്ട്, 71-ൽ ഉണ്ടായിട്ടുണ്ട്, 99-ൽ കാർഗിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ സിന്ധു നദീജല കരാർ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന നടപടിയിലേക്ക് ഇന്ത്യ കടന്നിട്ടില്ല. കാരണം അത്തരം കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ പോയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ഏതായാലും അത്തരമൊരു നീക്കം അല്ലെങ്കിൽ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. പക്ഷെ അതിന് പാകിസ്ഥാൻ പ്രതികരിച്ചിരുന്നത് ഇത്തരത്തിൽ നദീജല കരാർ റദ്ദാക്കുകയാണെങ്കിൽ അത് യുദ്ധമായി കണക്കാക്കുമെന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം. പക്ഷേ ആ പ്രകോപനത്തിനൊന്നും തന്നെ വഴങ്ങില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതിന്റെ തുടർച്ചയായിരുന്നു ഇന്നലത്തെ യോഗം. കാരണം കഴിഞ്ഞ ദിവസം അത്തരമൊരു തീരുമാനത്തിലേക്കാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിരുന്നെങ്കിൽ ഇന്നലെ അതെങ്ങനെ പ്രായോഗിക തലത്തിൽ നടപ്പാക്കാം എന്ന് സംബന്ധിച്ച ചർച്ചയാണ് നടന്നത്. ആ യോഗത്തിലാണ് ജലവിഭവ മന്ത്രി അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വിശദമായ യോഗം അമിത്ഷായുടെ അധ്യക്ഷതയിൽ നടന്നത്. ആ യോഗത്തിൽ വിദേശകാര്യ മന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്തു. അതിന്റെ തുടർച്ചയായാണ് 2 പദ്ധതികൾ തയ്യാറാക്കാൻ തീരുമാനിച്ചത്. ഒന്ന് ഷോർട്ട് ടേം പ്ലാൻ, ഒപ്പം തന്നെ ലോങ് ടേം പ്ലാൻ. അങ്ങനെ ഈ 2 പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതെങ്ങനെ ഈ വെള്ളത്തിന്റെ ഒഴുക്കടക്കം നിയന്ത്രിച്ച് എങ്ങനെ ഇത് നടപ്പാക്കാം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് രാജ്യം കടക്കുക. പ്രത്യേകിച്ച് വേൾഡ് ബാങ്കിന്റെ സഹകരണത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ സിന്ധു നദീജല കരാർ. അപ്പൊ തന്നെ വേൾഡ് ബാങ്കിനെ ബോധിപ്പിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി വേണം ഇപ്പോൾ ലോകരാജ്യങ്ങളുമായി അടക്കം പ്രധാനമന്ത്രി സംസാരിക്കുന്നതും അവരുടെ പിന്തുണ അടക്കം ഉറപ്പാക്കുന്നതും പാകിസ്ഥാന്റെ ഈ ഭീകരവാദത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ലോകരാജ്യങ്ങളെ ബോധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് 13 രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി തന്നെ സംസാരിച്ചു. മറ്റ് രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ഏതാണ്ട് 30 രാജ്യങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി തന്നെ ചർച്ച നടത്തിയപ്പോൾ അങ്ങനെ ഏതാണ്ട് 40-അധികം രാജ്യങ്ങളുമായി ഇതിനോട് തന്നെ ചർച്ച നടത്തുന്നു. അങ്ങനെ ഈ ലോക സമൂഹത്തിന്റെ ഒന്നാകെ പിന്തുണ ഉറപ്പാക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ. ഏതായാലും വരും മണിക്കൂറുകളിലടക്കം ഇത്തരത്തിൽ പുതിയ തീരുമാനങ്ങൾ, സുപ്രധാനമായ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ നദീജല കരാർ സസ്പെൻഡ് ചെയ്യുന്നതിൽ വലിയ പ്രതിഷേധം പാകിസ്ഥാനിലൊക്കെ തന്നെ ഉടലെടുത്തിരുന്നു. പക്ഷേ 26 പേരുടെ ജീവനാണ് വലുത് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആ നിലയ്ക്ക് ശക്തമായ നിലപാടുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന്, നമുക്കറിയാം ആഭ്യന്തര സംഘർഷങ്ങളാൽ വീർപ്പുമുട്ടുന്ന, സാമ്പത്തികമായി നട്ടല് തകർന്നിരിക്കുന്ന, അരക്ഷിതാവസ്ഥയിലുള്ള ഒരു രാജ്യമാണ് നമ്മുടെ അയൽ രാജ്യം. 40%-ലധികം ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് പട്ടിണിയിൽ കിടക്കുന്ന ഒരു രാജ്യം എന്നുകൂടി വിശേഷിപ്പിക്കാം. അവിടെയാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ, അവരുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായ ബലൂചിസ്ഥാനിൽ സ്ഫോടനമുണ്ടാകുന്നു.
10 സൈനികർ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ബലൂജ് നാഷണൽ ആർമി, ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുക്കുന്ന പശ്ചാത്തലം. അങ്ങനെ ഈ ആക്രമണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശക്തമായ തിരിച്ചടികൾ കൂടി അഭിമുഖീകരിക്കുകയാണ് ആ രാജ്യം. വരും ദിവസങ്ങളിലും സമാനമായി ഈ ബലൂചിസ്ഥാൻ പ്രദേശത്തിൻ്റെയൊക്കെ പ്രത്യേകത നമുക്കറിയാം. അവിടെ ഈ ആക്രമണത്തിനെതിരെ, ജമ്മു കാശ്മീർ ആക്രമണത്തിനെതിരെ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ച ഇന്ത്യയോട് കൂറ് പുലർത്തുന്ന ജനങ്ങളുള്ള സ്ഥലമാണ്. അവിടെ അടക്കം ഇതിനെതിരെ വലിയ തരത്തിലുള്ള വികാരമുണ്ട്. അത് പ്രതിഫലിക്കുകയാണ് ആ രാജ്യത്ത്. വരും ദിവസങ്ങളിൽ അത് ശക്തമാവുകയും ചെയ്യും. രാകേഷ്, അതനുസരിച്ച് പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പ്രത്യേകിച്ച് അവിടെ പാക് സൈന്യത്തിനെതിരെ ശക്തമായ നിലപാടുണ്ട്. പാക് സർക്കാരിനെതിരെ ശക്തമായ നിലപാട് കാലങ്ങളായി മുന്നോട്ട് പോകുന്നവരാണ്. അവിടെയാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ക്വറ്റയിലാണ്, ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വറ്റയിലാണ് ഈ ആക്രമണം നടക്കുന്നത്. റിമോട്ട് ഘടിപ്പിച്ച IED ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നത്. അത് അക്കാര്യം ബലൂച്ച് ലിബറേഷൻ ആർമി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ വ്യക്തമാക്കിയ കാര്യം, പാക് സൈന്യം അവരുടെ ശത്രുക്കളാണ്, അതുകൊണ്ട് തന്നെ അവർക്കെതിരായ നിലപാട് തുടരും, പോരാട്ടം തുടരുമെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും തുടർച്ചയായി ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന 3ാമത്തെ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ബലൂചിസ്ഥാനിൽ ആക്രമണം നടന്നിരുന്നു. അന്ന് 2 പേരാണ് ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. കാലാട്ട് എന്ന് പറയുന്ന ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. അതും സമാനമായ രീതിയിൽ ബോംബ് പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ളൊരു ആക്രമണമായിരുന്നു. അന്ന് ഈ വാഹനത്തിലാണ് അത് പതിച്ചത്. ആ വാഹനത്തിൽ യാത്രക്കാരായിരുന്ന 3 പേരാണ് കൊല്ലപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായി. അവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അന്ന് 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അങ്ങനെ ബലൂചിസ്ഥാനിൽ നിരന്തരം ഇത്തരത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്, പാക് സൈന്യത്തിന് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. അത് തുടർക്കഥയായി അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നത് കൂടി ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. രഞ്ജിത്ത്, ബലൂചിസ്ഥാനിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാന്റെ സുപ്രധാനമായ തന്ത്രപ്രധാനമായ മേഖലയിൽ 10 സൈനികരാണ് കൊല്ലപ്പെട്ടത്. നമുക്കറിയാം, എല്ലാ വർഷവും നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ കൊല്ലപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്, രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ജനങ്ങളുടെ ജീവന് യാതൊരു സുരക്ഷയുമില്ല. പട്ടാള ഭരണം ജനാധിപത്യമാണെന്ന് പുറമേ പറയുമ്പോൾ പോലും പട്ടാളം നിയന്ത്രിക്കുന്ന ഒരു സ്ഥലം. സമീപ ദിവസങ്ങളായി പല പട്ടാള മേധാവികളുടെയും പ്രകോപനപരമായ പ്രസ്താവനകൾ വലിയ തോതിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഭീകരവാദം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അമേരിക്കയുടെ പ്രേരണയിലാണ് എന്ന് പോലും പറയുന്ന സാഹചര്യമൊക്കെ ഒരുങ്ങിയിരുന്നു. അങ്ങനെ ആകെ അരക്ഷിതാവസ്ഥയിലായ ഒരു രാജ്യം വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അവരുടെ നട്ടെല്ല് തകർക്കാൻ പര്യാപ്തമായ തരത്തിലുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ അത് തുടരുകയും ചെയ്യും. ER രാകേഷാണ് വിശദമായി ഈ വിവരങ്ങൾ പങ്കുവച്ചത്.